ഏവർക്കും ശ്രീ മാത്സിലേക്ക് സ്വാഗതം. 10th പ്രിലിംസ് എക്സാം വരികയാണല്ലോ, അതിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 2025 ഒരു 10th പ്രിലിംസ് കമ്പനി ബോർഡ് LGS വെബ്കോ LDC അങ്ങനെയുള്ള ടെസ്റ്റിന് വന്ന ചോദ്യം നോക്കാം. ഇവിടെ ഈ 5 അക്ക സംഖ്യകൾ ആകെ എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. 5 അക്ക സംഖ്യകൾ എല്ലാം എഴുതാൻ പറ്റത്തില്ല, കുറച്ച് എഴുതാം. ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യയും ഏറ്റവും വലിയ 5 അക്ക സംഖ്യ എഴുതുക. അതിൻ്റെ ഇടയ്ക്കുള്ളത് ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 4 0 കൊടുത്തിട്ട് 1 ഇടുക, 10,000. ഏറ്റവും വലിയ 5 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ എത്ര 5 9 ഇട്ടാൽ മതി. അപ്പൊ ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കാൻ സാധിക്കത്തില്ല. അതിനൊരു ഷോർട്ട് കട്ട് മെത്തേഡ് പറഞ്ഞുതരാം. അതായത് ഏറ്റവും വലിയ 5 അക്ക സംഖ്യയിൽ നിന്ന് ഈ ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യയുടെ തൊട്ട് മുമ്പുള്ള സംഖ്യ, 10,000-ന് തൊട്ട് മുമ്പുള്ള സംഖ്യ എത്രയാണ്? 4 9 വരും. അതായത് അത് കുറച്ചാൽ കിട്ടുന്നതാണ് നമുക്ക് 5 അക്ക ഉള്ള സംഖ്യയുടെ എണ്ണങ്ങൾ. അതായത് 90,000 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. നമ്മൾ ആദ്യം ഈ 5 അക്ക സംഖ്യകൾ എഴുതി നോക്കുക. 5 അക്ക സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 10,000. 1 ഇട്ടിട്ട് 4 0, 10,001, 10,002, അങ്ങനെ അങ്ങോട്ട് പോയി 99,999 വരെ എത്ര സംഖ്യകളുണ്ട്, എത്ര 5 അക്ക സംഖ്യകളുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇങ്ങനെ പോയി ഇത്രയും വരെ വരും. അപ്പൊ അത് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും വലിയ സംഖ്യ എടുക്കുക. 5 അക്ക സംഖ്യ. ഏറ്റവും വലിയ 5 അക്ക സംഖ്യയിൽ നിന്ന് ഏറ്റവും വലിയ 5 അക്ക സംഖ്യ എന്ന് പറയാൻ അത്ര 9. അതിൽ നിന്ന് എത്ര കുറച്ചാൽ മതി? ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യയുടെ തൊട്ട് മുമ്പുള്ള സംഖ്യ, അതായത് 10,000-ന് തൊട്ട് മുമ്പുള്ള സംഖ്യ 9,999. അത് കുറച്ചാൽ മതി. അത്രയായിരിക്കും നമ്മുടെ ഉത്തരം. അതായത് 90,000 കിട്ടും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇതേ മോഡലിലുള്ള കണക്ക് വന്നാൽ ഇങ്ങനെ ചെയ്താൽ മതി. ഈ മെത്തേഡിൽ ചെയ്താൽ മതി. നമുക്ക് ഇതെല്ലാം എണ്ണി നോക്കാൻ പറ്റില്ലല്ലോ. എണ്ണി നോക്കാൻ കൂടുതൽ ടൈം എടുക്കുക. ടൈം ഇല്ല എക്സാം ഹാളിൽ. 2/7 എത്ര കൂട്ടിയാൽ 1 കിട്ടും? 2/7 എത്ര എന്തോ ഒരു സംഖ്യ കൂട്ടുമ്പോൾ നമുക്ക് 1 കിട്ടും. 1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിന്റെ ടേംസിലല്ല. 2/7 1 എന്ന് പറഞ്ഞാൽ 7/7. 2/7 പ്ലസ് ഡാഷ് സമം 7/7. 1-ന് വരെ 7/7. ഇവിടെ ഛേദം എത്രയാണെന്ന് അങ്ങനെ എഴുതും. ഇവിടെ 4 4/4 എന്ന് എഴുതും. അപ്പൊ ഇവിടെ 2/7 കൂടെ 5/7 കൂട്ടിയാലാണ് 7/7. 2/7 കഴിഞ്ഞാൽ പിന്നെ 5/7. 2/7 5/7 കൂടെ കൂട്ടിയാൽ 7/7 കിട്ടും. 2 + 5/7. ഛേദം ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2/7 കൂടെ ഏതോ ഒരു സംഖ്യ കൂട്ടുമ്പോൾ 1 കിട്ടുന്നു. 2/7 കൂടെ 5/7 കൂട്ടിയാൽ 2 + 5/7 കിട്ടും. 7/7. അതായത് 1-ന് പകരം നമ്മളിവിടെ ഛേദം എങ്ങനെയാണോ അതിന്റെ ടേംസിൽ എഴുതുക. ഇവിടെ 7 ഛേദം വന്നിരിക്കുന്നത്. അതുകൊണ്ട് 7/7 എഴുതുക. 4 ആവുന്നെങ്കിൽ 4/4 എഴുതുക. അപ്പൊ എളുപ്പം കിട്ടും. ഇവിടെ 122 × 41 എന്ന് പറയുന്നത് 5002 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1.22 × 41. അപ്പോൾ 5002 എഴുതുക. ഇവിടെ ആകെ 0.2 സ്ഥാനം. ഇതിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ 0.2 സ്ഥാനം വേണം. 9.02. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ ദശാംശം കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? ഇവിടെ 2-ലും ഉണ്ടെങ്കിൽ 2 എടുക്കണം. ഇവിടെ ഇതിൽ മാത്രമേ ഉള്ളൂ 2 സ്ഥാനം. അതുകൊണ്ട് ആ ഉത്തരം അങ്ങ് എഴുതുക. ഗുണിക്കാൻ നിൽക്കേണ്ട തന്നിട്ടുണ്ട്. ഉത്തരം അങ്ങ് എഴുതിയിട്ട് 2 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം 50.2. ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ 4 10 28 82. ഇതിന്റെ സമാന ബന്ധം, ഇത് ശ്രേണി വന്നേക്കുന്നത് പോലുള്ള ബന്ധം വേണം ഇതിൽ വരാൻ. 4 10 28 82. ആ ശ്രേണിയുടെ പ്രത്യേകത എന്താന്ന് നോക്കാം നമുക്കിവിടെ. 10 എന്ന് പറയാൻ 4 × 3 - 2 10. ഇനി 28 എന്ന് പറയാല് 10 × 3 - 2. ഇനി 82 എന്ന് പറഞ്ഞാല് 28 × 3 - 2. അതായത് 84 - 2 വരും. 82. ഇനി അടുത്തത് എന്ത് വരും? 82 × 3 - 2. ആ ശ്രേണി അങ്ങനെയാ പോയേക്കുന്നത്. 10 എന്ന് പറഞ്ഞാൽ 4 × 3 - 2. ഇനി 28 എന്ന് പറഞ്ഞാൽ 10 × 3 - 2.
82 എന്ന് പറഞ്ഞാൽ 28 ഗുണം 3 മൈനസ് 2. ഇനി നമുക്ക് അടുത്ത ടേം അപ്പോൾ എന്ത് വരും? 82 ഗുണം 3 മൈനസ് 2. ആ ബന്ധം വേണം ഇവിടെ വരെ. 244 വരും. ഓപ്ഷൻ ഡി ആണ്. ഇവിടെ ഏതാണ് ബന്ധം വന്നേക്കുന്നതെന്ന് നോക്കുക ആദ്യം. CEI. ഈ സി ആദ്യത്തെ അക്ഷരം CEI. ഡി ഒരക്ഷരം ഇട്ടിട്ട് എഴുതി. ഇനി അടുത്ത EGI. അടുത്ത ശ്രേണിയിൽ എങ്ങനെയാണ്? GI. EFG. അപ്പോൾ G കഴിഞ്ഞ് ഒരക്ഷരം വിട്ടിട്ട് ഇവിടെ എഴുതണം. EHI. EI ആണ് ഒരക്ഷരം. H കഴിഞ്ഞിട്ട് I. ഇനി നമ്മൾ RSTUVWX ഇങ്ങനെ ബാക്കോട്ട് എഴുതുക. അപ്പോൾ നമുക്ക് എങ്ങനെ വന്നേക്കുന്നത് നോക്കാം. XVI. അപ്പോൾ XVI ഒന്നര ഇങ്ങനെ മുമ്പോട്ട്. XVI ബാക്കോട്ടായിരുന്നു. ഇനി V എന്തുവായി? T ആയി. ഇനി TR അപ്പോൾ IRH വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി 7.5 ഇൻറ്റു 22.36 പ്ലസ് 27.64 ഒറ്റ ബ്രാക്കറ്റിലാണ്. 7.5 കഴിഞ്ഞൊരു വലിയ ബ്രാക്കറ്റ് മൈനസ് ഓഫ് ഈ ബ്രാക്കറ്റ്, അതിനുള്ളിൽ ഒരു ബ്രാക്കറ്റ് 36.57 പ്ലസ് 3.4. ഇത് രണ്ട് സെപ്പറേറ്റ് കൂട്ടിയെടുക്കുക. ആദ്യത്തെ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 50 കിട്ടും. 22.36 27.64 കൂടെ കൂട്ടുമ്പോൾ 6 4 10 6 3 9 ശിഷ്ടം 1 6 3 9 10 7 2 9 ശിഷ്ടം 1 10ന്റെ ശിഷ്ടം 1 0 2 2 4 1 5 50 കിട്ടും. രണ്ടാമത്തെ ബ്രാക്കറ്റ് കൂട്ടുമ്പോൾ 40 കിട്ടും. അപ്പോൾ നമുക്ക് 7.5 ഇൻറ്റു ആദ്യത്തെ ബ്രാക്കറ്റ് 50 മൈനസ് 40. ഇനി ബ്രാക്കറ്റിലുള്ള ഒന്ന് ചെറിയ ചെയ്യുക. 7.5 ഇൻറ്റു 10. 75 10 ഗുണിക്കുമ്പോൾ 750. ഇപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമാണ് നമ്മുടെ ഉത്തരത്തിൽ ഒരു സ്ഥാനം. 75.0 പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം. 75.0 എന്ന് പറഞ്ഞാൽ 75. ഇവിടെ മയൂക ഒരു വരിയിൽ പിന്നിൽ നിന്ന് 15-ാമതും മുന്നിൽ നിന്ന് 16-ാമതുമായി നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ വരിയിൽ ആകെ എത്ര വരും? സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്ന ഒരു ചോദ്യമാണിത്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി, എന്നിട്ട് ഒന്ന് കുറച്ചാൽ മതി. 15 പ്ലസ് 16 മൈനസ് 1, അതായത് 31 മൈനസ് 1 30 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇതേ മോഡലിലുള്ള കണക്ക് ചെയ്യാം. എപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ് ഇതേ മോഡലിലുള്ള കണക്ക്. ഇനി 10² ഈസ്റ്റ് 100 അതേ ബന്ധം വേണം ഇവിടെ വരെ. ഈസ് ഈക്വലൻ്റ് ടു സമാന ബന്ധം. 10² 100 അതുപോലെ 100² എന്ത് വരും? 100ൻ്റെ സ്ക്വയർ വർഗ്ഗം 10,000. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇത് വന്ന അതേ ബന്ധം വേണം ഇവിടെ വരാൻ. 10² ഈസ്റ്റ് 100 ഈസ് ഈക്വലൻ്റ് ടു 100² എത്രയാണെന്ന് എഴുതിയാൽ 10² ഇവിടെ എഴുതി, അതുപോലെ 100² ഇവിടെ എഴുതിയാൽ മതി. 10,000. 100² ഈസ്റ്റ് 10,000. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യമുള്ള എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്ലാസ്സുകൾ തുടരുന്നതാണ്. 2300-ൽ പരം ലോങ് വീഡിയോസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ 2300-ൽ പരം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും ധാരാളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.